ബലൂചിസ്ഥാനിലെ നാഷണൽ ലീഡേഴ്സ് സെൽഫ് ഇൻഡിപെൻഡൻസ് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അവരൊരു റിക്വസ്റ്റ് യുണൈറ്റഡ് നേഷൻസിനോട് പറഞ്ഞേക്കുന്നത് ഞങ്ങളെ ഒരു റിപ്പബ്ലിക്കായിട്ട് അംഗീകരിക്കുക, അതുപോലെ തന്നെ മറ്റ് കൺട്രീസും ഞങ്ങളെ അംഗീകരിക്കുക എന്നൊരു റിക്വസ്റ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇന്ത്യ പാകിസ്ഥാനെ ഹിറ്റ് ചെയ്ത സമയത്തുണ്ടല്ലോ, നമ്മൾ ഒരുപാട് സന്തോഷിച്ചു. അതോടൊപ്പം തന്നെ സന്തോഷിച്ച ഒരു കൂട്ടരാണ് ഇവരും, ബലൂചിസ്ഥാനികളും. പാകിസ്ഥാന്റെ ആർമി നശിച്ചു കാണണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവർ. നമുക്കറിയാലോ എന്തുകൊണ്ടാണ് ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നും സെപ്പറേറ്റ് ആണോ എന്ന് അവർ ആഗ്രഹിക്കാനുള്ള കാരണം. ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തന്നെ ദ ലാൻഡ് ഓഫ് ദി ബലൂച്ച് പീപ്പിൾ. പാകിസ്ഥാനിൽ പ്രധാനമായും 4 പ്രോവിൻസ് ആണുള്ളത്. പ്രോവിൻസ് മീൻസ് സ്റ്റേറ്റ്. ആ 4 സ്റ്റേറ്റുകളിലുള്ള ഏറ്റവും ലാർജസ്റ്റ് സ്റ്റേറ്റ് ആണ് ബലൂചിസ്ഥാൻ. അപ്പൊ ഈ ലാർജസ്റ്റ് ആണെന്ന്, ലാൻഡ് വൈസ് ലാർജസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ അവിടുത്തെ പോപ്പുലേഷൻ വളരെ കുറവാണ്. മാത്രമല്ല അവിടുത്തെ ജനങ്ങൾ വളരെ പോവർട്ടി, വളരെ ദാരിദ്ര്യാവസ്ഥയിൽ കടന്നു പോകുന്നു. ഒരുപാട് ഇഷ്യൂസ് അവിടെയുണ്ട്. തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആ ബലൂചിസ്ഥാനിലില്ല. പാകിസ്ഥാന്റെ ഏറ്റവും പുവറസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടാണ് ബലൂചിസ്ഥാനെ കണക്കാക്കുന്നത്. പക്ഷേ ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞ ലാൻഡ് അതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഒരുപാട് നാച്ചുറൽ റിസോഴ്സുകളാൽ സമ്പന്നമാണ് ഈ ലാൻഡ്. അപ്പോൾ പാകിസ്ഥാൻ അതാണ് വേണ്ടത്. ഈ ഒരു നാച്ചുറൽ റിസോഴ്സ് അവിടെ ഒരുപാട് ഉള്ളത് കൊണ്ട് ഒരിക്കലും പാകിസ്ഥാൻ ഈ ലാൻഡ് വിട്ട് കളയില്ല. മാക്സിമം അവരത് കൂടെ നിർത്താൻ തന്നെ നോക്കും. കാരണം വെച്ചാൽ അവർ വിട്ടുകൊടുക്കില്ല. നാച്ചുറൽ റിസോഴ്സ് മീൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽസ്, പിന്നെ നാച്ചുറൽ ഗ്യാസ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അതുപയോഗിച്ച് പാകിസ്ഥാൻ ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ പ്രോഫിറ്റിന്റെ 1% പോലും ഈ ബലൂചിസ്ഥാന് വേണ്ടി അവർ പാകിസ്ഥാൻ ഗവൺമെന്റ് ചെലവഴിക്കുന്നില്ലെന്നാണ് ഇവരുടെ ആ ഒരു കംപ്ലൈന്റ്. അവിടെ നിന്ന് കിട്ടുന്ന മാക്സിമം പ്രോഫിറ്റും മറ്റ് സ്റ്റേറ്റുകളുടെ ഡെവലപ്മെന്റിനും ഒക്കെ വിനിയോഗിക്കുന്നു. പക്ഷെ നമുക്ക് അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയാം. അവർ കൂടുതലും അവരുടെ പ്രോഫിറ്റ് അവർ ചെലവഴിക്കുന്ന എവിടെയാ? ടെററിസത്തിന് വേണ്ടി തന്നെയാണ്. ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് അവർക്ക് പാകിസ്ഥാനിൽ നിന്നും മാറണം. എന്നു മുതൽ തുടങ്ങിയ ഇഷ്യൂ ആണിത്. ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. 1948 ഓൺവേർഡ്സ് സ്റ്റാർട്ട് ചെയ്തൊരു ഇഷ്യൂ ആണിത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ബ്രിട്ടീഷുകാർ സൗത്ത് ഏഷ്യ ലീവ് ചെയ്തു. പിന്നെന്താ, ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടായി, പിന്നെ പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടായി. അപ്പോൾ അതിനോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിലെ കലാത്ത് എന്ന് പറഞ്ഞൊരു പ്രിൻസ്ലി സ്റ്റേറ്റ്, നമുക്കറിയാലോ ആ സമയം എല്ലാം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആയിരുന്നല്ലോ. ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്, നിങ്ങൾക്ക് ഒന്നുകിൽ ഇന്ത്യൻ യൂണിയനുമായി ചേരാം അല്ലെങ്കിൽ പാകിസ്ഥാൻ യൂണിയനുമായി ചേരാം. അപ്പം ബലൂചിസ്ഥാനിലെ ഈ കലാത്ത് എന്ന് പറഞ്ഞൊരു പ്രിൻസ്ലി സ്റ്റേറ്റ്, അവർ ഒരു യൂണിയനും ചേരുന്നില്ല. ഞങ്ങൾ സ്വതന്ത്രമായി നിൽക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഇൻഡിപെൻഡന്റ് നേഷൻ മതി എന്നുള്ളൊരു ആശയത്തിൽ അവർ എത്തിച്ചേരുകയും അങ്ങനെ അവർ അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ 1948 പാകിസ്ഥാൻ ഒരു പരിപാടി ചെയ്തു. പാകിസ്ഥാൻ ഒരു മിലിറ്ററി ഓപ്പറേഷൻ നടത്തി ഈ കലാത്ത് റീജിയൻ പിടിച്ചെടുത്തു. അങ്ങനെ ആ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ പാകിസ്ഥാൻ അണ്ടറിലേക്ക് വന്നു. അന്ന് മുതൽ അവിടെ തുടങ്ങിയ വിഷയമാണിത്. അവർ പറയുന്നത് വി ആർ നോട്ട് പാകിസ്ഥാനീസ്, ഞങ്ങൾ പാകിസ്ഥാനികളല്ല, ഞങ്ങൾ ബലൂച്ച് പീപ്പിൾ ആണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നേഷൻ വേണം. പാകിസ്ഥാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല. അങ്ങനെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വലിയൊരു ഒരു വരുമാന മാർഗ്ഗം, ഒരു വരുമാന സ്രോതസ് അവിടെ അടയുകയാണ്. അതെങ്ങനെ വരുമാന സ്രോതസ്? ഒരുപാട് ഫോറിൻ കൺട്രീസ് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പ്രധാനമായും നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ചൈന, $65 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൈന അവിടെ നടത്തിയേക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോജക്റ്റാണ്. ചൈനയും പാകിസ്ഥാനും കണക്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ്. അത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയും. 2015 കൊണ്ടുവന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോജക്റ്റാണ്. ചൈനയിലെ ഷിൻജിങ് റീജിയനിൽ നിന്ന് പാകിസ്ഥാനിലെ ഗ്വാദർ പോർട്ട് വരെയുള്ളൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ റോഡ്, റെയിൽവേ, പോർട്ട്, ഇൻഡസ്ട്രി, പൈപ്പ് ലൈൻ, അങ്ങനെ എല്ലാം അതിൽ വരും. പക്ഷെ ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് അവിടെ ഉണ്ടായിട്ടും ഇവർക്കൊരു പ്രയോജനവും ഇല്ല. ജനങ്ങൾ ഇപ്പോഴും പഴയ സ്ഥിതി തന്നെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ അത്രയും ദേഷ്യമുണ്ട്. അപ്പം എങ്ങനെയും തങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്നും മാറണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ അവർക്കുള്ളൂ. പിന്നെ ഇവിടെ ആർക്കും ഉണ്ടല്ലോ ഈ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ ശബ്ദം ഉയർത്താൻ പോലുള്ള ആ ഒരു റൈറ്റ് ഇല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. ഒന്നുകിൽ കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ ഡെഡ് ബോഡി കിട്ടും, അല്ലെങ്കിൽ പിന്നെ അവരെക്കുറിച്ച് ഒരു വിവരവും കാണത്തില്ല. അത്രയ്ക്കും ആളുകൾ അവിടെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം എങ്ങനെയും പാകിസ്ഥാനിൽ നിന്നും വിട്ടുമാറി ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാക്കുക എന്നുള്ള ഒരൊറ്റ എയിം മാത്രമേ അവർക്കുള്ളൂ. പിന്നെ പാകിസ്ഥാനിൻ്റെ കാര്യം പറയുന്നുണ്ട്, നമ്മൾ ഇന്ത്യക്കാരാണ് ബലൂജികളെ സഹായിക്കുന്നത്, നമ്മളാണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ ആംഡ് ഫോഴ്സ് ഒക്കെ ഉണ്ട് ബലൂചിസ്ഥാനിൽ. അവർ കൂടുതലും ഗറില്ല യുദ്ധമുറകളാണ് അവർ ഫോളോ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട അവിടുത്തെ 2 ആംഡ് ഫോഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, പിന്നെ ബലൂചിസ് റിപ്പബ്ലിക്കൻ ഫ്രണ്ട് എന്ന് പറഞ്ഞു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടുത്തെ പാകിസ്ഥാന്റെ മെയിൻ എന്ന് പറയുന്നത് അവിടെ മിലിറ്ററിയാണ്. ഡെമോക്രാറ്റിക് വേയിൽ അവിടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് വെറും പപ്പറ്റ് മാത്രമാണ്. അവിടെ ഈ ചരട് വലിക്കുന്നതെല്ലാം മിലിറ്ററിയാണ്. എങ്ങനെയെങ്കിലും മിലിറ്ററി നശിക്കണമെന്നുള്ളൊരു, മിലിറ്ററി അടിച്ച് തകർക്കണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിലൂടെയാണ് ബലൂജികൾ നടക്കുന്നത്. അപ്പോൾ ഈ ഫോഴ്സൊക്കെ വളരെയധികം അവർ ട്രൈ ചെയ്യുന്നുണ്ട് അവരെ കൊണ്ടാവുന്ന രീതിയിൽ. അതുപോലെ അതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ അവർക്കാവുന്ന രീതിയിൽ ഇതെല്ലാം സപ്രസ് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്.
പിന്നെ നമുക്കിതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മളിപ്പോൾ ഇടയ്ക്ക് കയറി എനിക്ക് തോന്നുന്നില്ല ഇന്ത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമെന്ന്. ഇനി എങ്ങാനും പോയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു സ്വതന്ത്ര രാഷ്ട്രം ഉണ്ടാകണമെന്ന് അവരെ പോലെ തന്നെ നമുക്കും ആഗ്രഹിക്കാം. കാരണം ഒരുപാട് അവർ കഷ്ടപ്പെടുന്നുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അവരുടെ ആഗ്രഹം അവിടെ നടക്കട്ടെ അല്ലേ.